Good afternoon. Good afternoon, Miss. Good afternoon, ma'am. One minute. Good afternoon. Good day, sir. എങ്ങനെയുണ്ട് മഴ എങ്ങനെയുണ്ട് മഴ പെയ്യുന്നുണ്ടോ ഇപ്പൊ കുറവുണ്ട്. കുറവുണ്ടല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ഭാഗങ്ങൾ വായിച്ചു നോക്കിയിട്ടുണ്ടോ ഓക്കെ അപ്പോ ഇനി നമുക്ക് എടുക്കേണ്ടത് സെലക്ഷൻ ഡിസിഷൻ അല്ലെങ്കിൽ ഹയറിംഗ് ഡിസിഷനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് അല്ലേ ഓക്കെ ഇനി നെക്സ്റ്റ് ആണ് ടിപ്സ് ഫോർ മേക്കിംഗ് റൈറ്റ് ഹയറിംഗ് ഡിസിഷൻ ഏതൊക്കെ ടിപ്സ് ആണ് യൂസ് ചെയ്തത് സെലക്ഷൻ ഡിസിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ ടിപ്സുകൾ നമ്മൾ യൂസ് ചെയ്യണം ഇതൊക്കെയാണ് വായിച്ചു വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വായിച്ചു നോക്കിയിട്ടുണ്ടോ വായിച്ചായിരുന്നോ 7 പോയിന്റ്സ് ഓക്കെ ഓക്കെ മിസ് ഒന്ന് അൺമ്യൂട്ട് ചെയ്യാം കേട്ടോ ആരെങ്കിലും ഒരാളൊന്ന് ജസ്റ്റ് മനസ്സിലായ പോയിന്റ്സ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയോ അഭിനഷിക്കൊന്ന് പറയാൻ പറ്റുമോ ആ പറഞ്ഞു വായിക്കണം മൊത്തം ആ അല്ല മനസ്സിലായത് പറഞ്ഞാൽ മതി ഫസ്റ്റ് പോയിന്റ് സെക്കൻഡ് പോയിന്റ് പറഞ്ഞിട്ട് പറഞ്ഞാൽ മതി എംപ്ലോയീസിന്റെ ശരിയായ നിയമങ്ങൾ വ്യത്യസ്തമായിരിക്കും അവരുടെ കഴിവുകളും ആവശ്യങ്ങളും എല്ലാം അത് എംപ്ലോയർ മനസ്സിലാക്കിയിരിക്കണം പിന്നെ എംപ്ലോയർ ജോലിയുടെ മുൻഗണന മനസ്സിലാക്കി വേണം അവർക്കുള്ള മുൻഗണന നൽകാൻ ഇന്റർവ്യൂ നടത്തുന്നതിന് മുമ്പ് ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്ത് ഉണ്ടാവണം എംപ്ലോയീസ് നോട്ട്സ് ഗൈഡ് നോട്ട്സുകളൊക്കെ പ്രിപ്പയർ ആയിട്ട് കൊണ്ടുചെല്ലാം ഇന്റർവ്യൂവിന് മുമ്പ് തുറന്ന ചോദ്യങ്ങളായിരിക്കണം എംപ്ലോയർ ചോദിക്കേണ്ടത് ഓപ്പൺ പിന്നെ എംപ്ലോയർ കാൻഡിഡേറ്റിന്റെ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിരിക്കണം അവര് കഴിവ് എന്തിലാണ് അവരുടെ ഗ്രഹണശക്തി എന്താണെന്ന് തിരിച്ചറിയാനുള്ള കഴിവ് ഉണ്ടാവണം ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം ഓക്കെ വെരി ഗുഡ് ഫസ്റ്റ് പോയിന്റ് നോക്കാം എംപ്ലോയേഴ്സ് മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ നീഡ്സ് ആൻഡ് വാണ്ട്സ് അല്ലെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എംപ്ലോയിക്ക് ഒക്കെ എന്തുണ്ടാവും ഡിഫറെന്റ് നീഡ്സും വാണ്ട്സും ഒക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം ഓരോരുത്തരുടെ എന്താണ് നീഡ്സ് ആൻഡ് വാണ്ട്സ് മനസ്സിലാക്കാം ആര് എംപ്ലോയേഴ്സ് ഇനി it is important for the employer to understand skills which are necessary to perform the job. എന്താണ് ജോബ് പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്കിൽ ഉണ്ടോ നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന കാൻഡിഡേറ്റിന് അല്ലെങ്കിൽ നമ്മൾ ഇന്റർവ്യൂ ചെയ്തിരിക്കുന്ന കാൻഡിഡേറ്റിന് എന്തുണ്ടോ എന്ന് നോക്കണം ആ ജോബ് നമ്മുടെ ഓർഗനൈസേഷനിലുള്ള വേക്കൻസി ഏതാണോ അക്കൗണ്ടന്റ് ആണെങ്കിൽ അക്കൗണ്ടന്റ് ചെയ്യാനായിട്ടുള്ള ആ സ്കില്ലും നോളജും അവരുണ്ടോ എന്നുള്ളത് അണ്ടർസ്റ്റാൻഡ് ചെയ്തിരിക്കണം എംപ്ലോയർ ഓക്കെ എന്താണ് എംപ്ലോയർ മസ്റ്റ് പ്രയോറിറ്റൈസ് ദ സ്കിൽസ് അക്കോർഡിംഗ് ടു ദ നേച്ചർ ഓഫ് ദ ജോബ് അതുപോലെ തന്നെ നമ്മള് എപ്പോഴും പ്രയോറിറ്റി അല്ലെങ്കിൽ മുൻഗണന കൊടുക്കേണ്ടത് എന്താണ് ആ ജോബ് ചെയ്യാനായിട്ട് അവന് കഴിവുണ്ടോ എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും മുൻഗണന കൊടുത്ത് നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എംപ്ലോയേഴ്സ് മസ്റ്റ് പ്രിപ്പയർ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ബിഫോർ കണ്ടക്ടിങ് ആൻ ഇന്റർവ്യൂ എന്ത് ചെയ്യണം എംപ്ലോയർ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നതിന് മുമ്പ് ബിഫോർ അല്ലെ മുമ്പ് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് നമ്മൾ
പ്രിപ്പയർ ചെയ്യണം. ആരാണ്? എംപ്ലോയർ ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. He or she should prepare questions which must include some behavioral interview skills. ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബിഹേവിയർ അയാളുടെ സ്വഭാവങ്ങൾ അല്ലെ, ആ സ്വഭാവ ഗുണങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, സ്വഭാവങ്ങൾ അറിയാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കണം ഗൈഡില് നമ്മൾ ഉണ്ടാക്കുന്ന ആ ക്വസ്റ്റ്യൻസിൽ തയ്യാറാക്കേണ്ട ക്വസ്റ്റ്യൻസ്. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കണം നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്. ഇനി എന്താണ്? എംപ്ലോയേഴ്സ് should ask open-ended questions with the candidate. Open-ended questions help the interviewer to find out how the candidate think and resolve the problem. Okay, open-ended questions എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ yes or no questions ഉണ്ടാവില്ലേ? അതിനെയാണ് നമ്മൾ open-ended questions എന്ന് പറയുന്നത് കേട്ടോ. yes or no questions ആണ് open-ended questions. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തുകയും അതനുസരിച്ച് കാൻഡിഡേറ്റിനോട് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവരുടെ തിങ്കിങ് സ്കില്ലിൽ നമ്മൾ അറിയാൻ പറ്റും. അല്ലെങ്കിൽ ഒരു പ്രോബ്ലം നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ സോൾവ് ചെയ്യാം, അങ്ങനെയുള്ള പ്രോബ്ലം സോൾവിങ് സ്കില്ലിനെ കുറിച്ച് നമുക്ക് ഈ എംപ്ലോയർക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. എംപ്ലോയേഴ്സ് ഷുഡ് സ്റ്റേ away from follow up questions and dealing statement. എന്ത് ചെയ്യണം? should stay away from follow up questions. ഇങ്ങനെ ചിലപ്പോൾ എന്താണ്, നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞ് ആ ക്വസ്റ്റ്യൻസ് ആൻസർ പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടുത്തത് എന്താണ്, ആൻസർ പറഞ്ഞ ആ ആൻസറിനോട് അനുബന്ധിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്ങനെയാണ്? അതിനോട് ആ ആൻസർ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, ആ ആൻസറിനോട് അനുബന്ധിച്ച ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അങ്ങനെ ഫോളോ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റിലേബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടില്ല, കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടില്ല അല്ലെ? ഇല്ലേ? നമ്മൾ ഫോളോ ചെയ്ത് അല്ലെ, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, അതിനോടനുബന്ധിച്ച് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചു, അതിന്റെ മറുപടി കിട്ട് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചു, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യസന്ധമായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റില്ല കാൻഡിഡേറ്റിന്. അപ്പോ എന്തൊഴിവാക്കണം? ഇങ്ങനെയുള്ള ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് ആയാലും ഡെയിലി സ്റ്റേറ്റ്മെന്റുകളൊക്കെ ആയാലും നമ്മൾ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, അപ്പോ എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം? ഇങ്ങനെയുള്ള ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിലേബിൾ ആയിട്ടുള്ള ആൻസറുകൾ കാൻഡിഡേറ്റിന്റെ കയ്യിൽ നിന്ന് കിട്ടാനായിട്ട് ചാൻസ് ഇല്ല. ഇനി എന്താണ്? എംപ്ലോയേഴ്സ് ഷുഡ് ആസ്ക് സം probing questions to the candidate. Probing questions എന്ന് പറഞ്ഞാൽ എന്താണ്? Probing questions അറിയോ? Probing questions എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് ആൻസർ പറയുന്ന വിധത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. It helps in identifying the knowledge and understanding of the candidate. എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെയുള്ള പ്രോബിംഗ് ക്വസ്റ്റ്യൻസ് ഡിസ്ക്രിപ്റ്റീവ് രീതിയിൽ yes or no അല്ലാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? യെസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താണ് അടുത്ത ആൻസർ എഴുതുമല്ലോ, ഡിസ്ക്രിപ്റ്റീവ് രീതിയിൽ എഴുതാറില്ലേ നമ്മൾ? അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ടല്ലേ നമ്മൾ എക്സാമിനൊക്കെ, എക്സാം പോകുമ്പോ വരാറുണ്ടോ? ഓക്കെ, അപ്പൊ യെസ് എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിനെ കുറിച്ച് വിശദീകരിക്കാനായിട്ടൊക്കെ വരാറില്ലേ? അതുപോലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ പ്രോബിംഗ് ക്വസ്റ്റ്യൻസ്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ഇന്റർവ്യൂവിൽ ഉൾപ്പെടുത്തുമ്പോൾ കാൻഡിഡേറ്റിന്റെ നോളജ്, അതുപോലെ അവൻ എന്താണ് മനസ്സിലാക്കിയത്, ആ ക്വസ്റ്റ്യനിൽ നിന്ന് എന്തൊക്കെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള പ്രോബ്ലം ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യണം? ഉൾപ്പെടുത്തണം. ഓക്കെ, ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. പ്രോബ്ലം ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് അവിടെ തന്നെ ഒന്ന് എഴുതി വെച്ചാൽ മതി. പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ആർ probing questions are open-ended questions. Yes or no പോലെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? യെസ് ആണെങ്കിൽ യെസ് എന്ന് എഴുതിയിട്ട് ഡിസ്ക്രിപ്റ്റീവ് രീതിയിൽ നമ്മൾ ആ ആൻസർ നമ്മൾ വിശദീകരിക്കാറുണ്ട് അല്ലെ? ഓക്കെ, അപ്പോ ഒന്നുകൂടി പറയാം. Probing questions are open-ended questions designed to encourage deeper thought
encourage deeper thought, comma, critical analysis, comma, and detailed responses about a specific topic. ഇവിടെ വായിക്കാം. Open posing probing questions. Probing questions എന്ന് പറയാറുണ്ട് കേട്ടോ. Probing questions are open-ended questions designed to encourage deeper thought, comma, critical analysis, comma, and detailed responses about a specific topic. മനസ്സിലായോ? നമ്മള് ഒന്നുകൂടിയും പറയാം. Probing questions are open-ended questions designed to encourage deeper thought, comma, critical analysis, and detailed responses about a specific topic. Okay. അപ്പോ നമ്മൾ പറഞ്ഞത് പ്രോബിംഗ് അല്ലെങ്കിൽ പ്രോബിംഗ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പ്രോബ്ലം ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാല് ആദ്യം നമ്മൾ ഹിസ്റ്റോറിനോ ക്വസ്റ്റ്യൻസ് പോലെ തന്നെയാണ് ആ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് ഡിസ്ക്രിപ്റ്റീവ് രീതിയിൽ ക്രിട്ടിക്കലി നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന രീതി. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഓക്കെ, ഇനി 7th പോയിന്റ് പറയാം. എംപ്ലോയേഴ്സ് ഷുഡ് എൻഷുർ ദാറ്റ് ദ candidate given a relevant information. Some candidate access the internet for online interview tips. They are prepared for the interview and well aware of the standard questions. Employers should never accept the standard response because the interview is an evaluation to see whether the candidate is suitable for the job or not. Okay, ചില നമ്മള് എന്ത് ചെയ്യാറുണ്ട്, കാൻഡിഡേറ്റിന് അല്ലെങ്കിൽ കാൻഡിഡേറ്റിന്റെ വായിൽ നിന്ന് കിട്ടുന്ന അല്ലെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അവരിൽ നിന്ന് റെലവെന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് എംപ്ലോയേഴ്സിന് കിട്ടാനായിട്ടാണ് അല്ലെ താല്പര്യം അല്ലെ. എംപ്ലോയേഴ്സിൽ നിന്ന് കിട്ടുന്നത് റെലവെന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് അല്ലെ. ഈ കാൻഡിഡേറ്റിൽ നിന്ന് കിട്ടുന്നത് റെലവെന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കണം. അതിന്റെ റെലവെന്റ് ഇൻഫർമേഷൻ നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ ചില കാൻഡിഡേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ നമ്മളോട് പറഞ്ഞാലും അടുത്ത ആഴ്ചയാണ് ഇന്റർവ്യൂ, ഇന്ന ദിവസം 10 മണിക്ക് എത്തണമെന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ. നമ്മളോട് പറയാറുണ്ട് അവര് ഫോണിൽ വിളിച്ചിട്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇന്റർവ്യൂവിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുന്നുണ്ട്, നെറ്റിലൊക്കെ പിടിച്ച് നോക്കാറുണ്ട് അല്ലെ. നെറ്റിലൊക്കെ നമ്മള് എന്ത് ചെയ്യാറുണ്ട്, സെർച്ച് ചെയ്യാറുണ്ട് ഇല്ലേ, ചെയ്ത് നോക്കാറില്ലേ? നമ്മളായാലും ചെയ്യോ അല്ലെ, പേടിച്ചിട്ട് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണാവോ ചോദിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണാവോ അല്ലെ. ഇന്ന ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന ഉത്തരം പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നോക്കി എഴുതി പഠിച്ചൊക്കെ കൊണ്ടുപോകാറുണ്ട് ഇല്ലേ. സെൽഫ് ഇൻട്രൊഡക്ഷൻ ആയാലും അതുപോലെ നമ്മുടെ സ്ട്രെങ്ത് ചോദിച്ചിട്ടുണ്ടെങ്കിലും അല്ലെ, അങ്ങനെയുള്ള പല കാര്യങ്ങളും ചോദിക്കാം. ഇന്റർവ്യൂവില് കോമൺ ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണെന്ന് പറഞ്ഞിട്ട് നെറ്റിൽ കാണാറുണ്ടല്ലേ നമ്മള്. അങ്ങനെ പല ക്വസ്റ്റ്യൻസും നമ്മൾ പഠിച്ചുകൊണ്ട് പോവാറുണ്ട്. അങ്ങനെ പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞിട്ട് അവര് ചോദിക്കുമ്പോ ആ എംപ്ലോയേഴ്സ് ചോദിക്കുമ്പോ അവർക്ക് എന്താണ് ഇഷ്ടം, അപ്പോ നമ്മുടെ വായിൽ വരുന്ന ആൻസർ
അതിനാണ് അവർക്ക് താല്പര്യം. ഓക്കെ, പഠിച്ചുകൊണ്ട് പോയിട്ട് നമ്മൾ പറയുന്നതിനെക്കാട്ടിലും താല്പര്യം എന്താണെന്നാണ് പറയുന്നത്. എന്താണ് നമ്മൾ അപ്പൊ കിട്ടുന്ന ആൻസർ എന്താണോ അത് കേൾക്കാനായിട്ടാണ് അവർക്ക് ഇഷ്ടം. മനസ്സിലായോ? അതാണ് പറയുന്നത് എംപ്ലോയേഴ്സ് ഷുഡ് നെവർ ആക്സെപ്റ്റ് സ്റ്റാൻഡേർഡ് റെസ്പോൺസ്. ഓക്കെ, അവർക്ക് ആ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റെസ്പോൺസ് ഉള്ള താല്പര്യം എന്താണ്? നമ്മള് അപ്പൊ ചോദിക്കുന്ന ആൻസർ, അപ്പൊ ചോദിക്കുമ്പോ ക്വസ്റ്റ്യനിൽ എന്താണ് നമുക്ക് ചിന്ത, നമ്മുടെ എന്തെങ്കിലും നമ്മുടെ ബുദ്ധിയിൽ വരുന്നത് എന്താണോ, അല്ലെങ്കിൽ നമ്മുടെ തലയിൽ വരുന്നത് എന്താണോ ആ ആൻസർ ആണ് അവർക്ക് കേൾക്കാനായിട്ട് ഇഷ്ടം. മനസ്സിലായോ? അതാണ് 7th പോയിന്റിൽ പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ടിപ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ 7 പോയിന്റ്സ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ക്ലിയർ ആണോ? ഇല്ലേ? നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് ജോബ് ഓഫർ. എന്താണ് ജോബ് ഓഫർ എന്ന് പറഞ്ഞാല്? എന്താണെന്നറിയോ ജോബ് ഓഫർ എന്ന് പറഞ്ഞാല്? എന്താണ് ജോബ് ഓഫർ? എന്താണ് മീനിങ്? ജോലി ഒഴിവുകൾ അല്ലെ? ജോലി. ഓക്കെ, നോക്കാം നമുക്ക് കേട്ടോ. The offer of employment is also called a job offer. Important line ആണ് ട്ടോ. മാർക്ക് ചെയ്ത് വെച്ച് പഠിക്കണേ. Offer of employment is also called a job offer. തൊഴിൽ വാഗ്ദാനം ചെയ്യുന്നതിനെ. ഓക്കെ, എംപ്ലോയി അല്ലെ? തൊഴില് വാഗ്ദാനത്തെ ഓഫർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ജോബ് ഓഫർ എന്ന് പറയുന്നത്. It is an official communication on the part of employer to the applicant in which the employer offers the job to the applicant. എന്താ പറയുന്നത്? It is the official communication. Underline ചെയ്തേ. It is the official communication of the part of employer to applicant in which the employer offers the job to the applicant. തൊഴിലുടമ അല്ലെ? എംപ്ലോയർ അപേക്ഷകന് ജോലി വാഗ്ദാനം ചെയ്യുന്ന ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള ആശയവിനിമയമാണ് ജോബ് ഓഫർ എന്ന് പറയുന്നത്. കിട്ടിയോ? ഇറ്റ് ഈസ് ദ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ. തൊഴിലുടമ അപേക്ഷകന് ജോലി വാഗ്ദാനം ചെയ്യുന്ന ഔദ്യോഗികമായിട്ടുള്ള അല്ലെ
ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് ജോബ് ഓഫർ എന്ന് പറയുന്നത്. ഫസ്റ്റ് 2 ലൈനും മാർക്ക് ചെയ്ത് വെച്ച് പഠിക്കാം. It can either be oral, conversed on telephone, or can be written in the form of a letter or through electronic media like email. ഇനി ഇതൊക്കെ എങ്ങനെയാവാം? ഇങ്ങനെയുള്ള ജോബ് ഓഫർ കൊടുക്കുന്നത് ഏതൊക്കെ രീതിയിലാവാം? ഓറലി ആവാം അല്ലെ, അതുപോലെ തന്നെ ടെലഫോൺ അല്ലെ, റിട്ടൺ രീതിയിൽ, അതുപോലെ തന്നെ എന്താണ് പറയുന്നത്, ഇലക്ട്രോണിക് മീഡിയ വഴി, ഇമെയിൽ വഴിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ജോബ് ഓഫർ വാഗ്ദാനം ചെയ്യാം. ഇനി എന്താണ്? when the offer is written form, written രീതിയിലാണ് ജോബ് ഓഫർ എങ്കിൽ എന്താണ്? it should clearly mention the destination, salary, date of joining and any particular terms and conditions of the employment. Underline ചെയ്തേ, റിട്ടൺ ഫോമിലാണ് ജോബ് ഓഫർ കൊടുക്കുന്നതെങ്കിൽ എന്തൊക്കെയാണ് അതിൽ മെൻഷൻ ചെയ്യുന്നത്? ഡെസ്റ്റിനേഷൻ അല്ലെ, ഓക്കെ, ഡെസ്റ്റിനേഷൻ, അതുപോലെ തന്നെ സാലറി ശമ്പളം, ഡേറ്റ് ഓഫ് ജോയിനിങ്, അതുപോലെ തന്നെ എന്താണ് പറയുന്നത്? ടേംസ് ആൻഡ് കണ്ടീഷൻ, ജോലിയുമായിട്ട് ബന്ധപ്പെട്ട ടേംസ് ആൻഡ് കണ്ടീഷൻസും എഴുതി വെച്ചിട്ടുണ്ടാവും റിട്ടൺ ഫോമിലാണെങ്കിൽ, രേഖാമൂലമുള്ളതാണെങ്കിൽ. ഇനി ഇൻ ദ കേസ് ഓഫ് നോൺ അക്കാദമിക് ഹയറിംഗ്, ഓക്കെ, നോൺ അക്കാദമിക് ആയിട്ട് അക്കാദമിക് അല്ലാത്ത രീതിയിലാണെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കി. ബിഫോർ ഗിവിംഗ് ദ ജോബ് ഓഫർ, it is necessary to get all the document verified and authorized, and the employee should be clearly explain the terms and conditions regarding to the job by the human resource department. എന്താ പറയുന്നത്? അക്കാദമിക് അല്ലാത്ത നിയമങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ അങ്ങനെയാണ്. നോൺ അക്കാദമിക് ഹയറിംഗ് ആണെങ്കിൽ എങ്ങനെയാണ് ജോബ് ഓഫർ കൊടുക്കുന്നത്? ജോലി ഓഫർ നൽകുന്നതിന് മുൻപ്, ജോബ് ഓഫർ നൽകുന്നതിന് മുൻപ് എല്ലാ രേഖകളും പരിശോധിച്ച് അംഗീകാരം നൽകേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, അതിനു മുൻപ്, ഈ ജോലി ഓഫർ ചെയ്യുന്നതിന് മുൻപ് എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാ രേഖകളും പരിശോധിച്ച് അത് കറക്റ്റ് ആണോ എന്നുള്ളത് അംഗീകാരം നൽകേണ്ടത് അത്യാവശ്യമാണ്. കൂടാതെ എന്താണ്? ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ജോബിനെ കുറിച്ചുള്ള നിബന്ധനകളും വ്യവസ്ഥകളും ഈ കാൻഡിഡേറ്റിന് വ്യക്തമായിട്ട് വിശദീകരിച്ചു കൊടുക്കുകയും വേണം. ഓക്കെ, അപ്പോ എന്താണ്? നോൺ അക്കാദമിക് ഹയറിംഗ് ആണെങ്കിൽ നമ്മൾ ജോബ് ഓഫർ കൊടുക്കുന്നതിന് മുൻപ് എല്ലാ രേഖകളും വിശദീകരിക്കും, എല്ലാ രേഖകളും പരിശോധിച്ചിട്ട് അത് അംഗീകാരം നൽകുന്നുണ്ട് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ എന്താ പറയുന്നത്? ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ജോലിയെ കുറിച്ചുള്ള എല്ലാ നിബന്ധനകളും വ്യവസ്ഥകളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കാൻഡിഡേറ്റിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. Once the employee signs the offer letter and accepts, 1 minute കേട്ടോ, 1 minute ഒന്ന് വായിച്ചു നോക്ക്, ഇത്ര വരെ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ.
ഓക്കെ, ലാസ്റ്റ് സെന്റൻസ് നോക്കാം കേട്ടോ. ഓക്കെ, once the employee signs the offer letter and accepts all the terms and conditions, the offer becomes legally binding on both the employee and the employer. എന്താ പറയുന്നത്? ജീവനക്കാരൻ കാൻഡിഡേറ്റ് ഓഫർ ലെറ്ററിൽ സൈൻ ചെയ്ത് എല്ലാ നിബന്ധനകളും വ്യവസ്ഥകളും അംഗീകരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫർ ജീവനക്കാരനും അതുപോലെ തന്നെ തൊഴിലുടമയ്ക്കും നിയമപരമായിട്ട് ബാധകമാണ്. മനസ്സിലായോ? ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്താണ് ഫോളോ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് അയാള് ബാധ്യസ്ഥരാണ്. രണ്ടുപേരും ബാധ്യസ്ഥരാണെന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഓഫർ ലെറ്ററിൽ സൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടേംസ് ആൻഡ് കണ്ടീഷൻ ഫോളോ ചെയ്തിരിക്കണം. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങളാണ് ജോബ് ഓഫറിൽ വരുന്നത്. ഒന്നുകൂടി പറയാം. ജോബ് ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? തൊഴിൽ വാഗ്ദാനത്തെയാണ്. എന്താണ്? ഓഫർ ഓഫ് എംപ്ലോയ്മെന്റ്, അതിനെയാണ് നമ്മൾ തൊഴിൽ വാഗ്ദാനത്തെയാണ് ജോബ് ഓഫർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്? തൊഴിലുടമ അപേക്ഷകന് ജോലി വാഗ്ദാനം ചെയ്യുന്ന ഒരു ഔദ്യോഗിക ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയത്തെയാണ് നമ്മൾ ജോബ് ഓഫർ എന്ന് പറയുന്നത്. ഇനി അത് ഏത് തരത്തിലൂടെയൊക്കെ ആവാം. എന്താണ്? ഇമെയിൽ വഴി, അല്ലെ, ഇലക്ട്രോണിക് മീഡിയ വഴി, ടെലഫോൺ വഴി, അതുപോലെ ഓറലി റിട്ടൺ രൂപത്തിലൊക്കെ ആവാം. ഇനി റിട്ടൺ ഫോമിലാണ് നമ്മൾ ജോബ് ഓഫർ കൊടുക്കുന്നതെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? റിട്ടൺ ഫോമില് രേഖാമൂലമുള്ളതാണെങ്കിൽ അതിനകത്ത് എന്തൊക്കെയാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്? നമ്മുടെ തസ്തിക, അതുപോലെ സാലറി, ജോയിനിങ് ഡേറ്റ്, അതുപോലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ദി എംപ്ലോയ്മെന്റ്. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ അതിനകത്ത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. ഇനി അക്കാദമിക് അല്ലാത്ത ഹയറിംഗ് ആണെങ്കിൽ എന്താണ്? ജോലി ഓഫർ ചെയ്യുന്നതിന് മുൻപ് ആദ്യം എല്ലാ രേഖകളും പരിശോധിക്കും, അല്ലെ, അത് അംഗീകരിക്കുന്നു. അതുപോലെ തന്നെ എന്താണ്? കൂടാതെ ഈ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഈ കാൻഡിഡേറ്റിന് എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും വിശദീകരിച്ചു കൊടുക്കുന്നു. അതുപോലെ തന്നെ എന്താണ് പറഞ്ഞത്? ഈ കാൻഡിഡേറ്റ് ജോബ് ഓഫറിൽ സൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അംഗീകരിക്കാനായിട്ട് അദ്ദേഹം രണ്ടുപേരും എംപ്ലോയർ പറഞ്ഞിരിക്കുന്ന ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അംഗീകരിക്കാനായിട്ട് എംപ്ലോയി ബാധ്യസ്ഥനാണ്. ക്ലിയർ ആണോ? വായിച്ചു നോക്കി. വായിച്ചു നോക്കാം കേട്ടോ.
ക്ലിയർ ആണോ? നെക്സ്റ്റ് ആണ് ഓൺ ദ ബേസിസ് ഓഫ് ടൈപ്സ് ഓഫ് ജോബ് ഓഫർ കേട്ടോ. ടൈപ്സുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. ജോബ് ഓഫറിനെ പറ്റി നമ്മൾ പഠിച്ചു. അതിനുശേഷം അതിന്റെ ടൈപ്സ് ഏതൊക്കെയാണ് നോക്കാം. The offer of employment can be divided under the following categories. First one ആണ് on the basis of condition, depending on the conditions applied by the employer. An offer can be of the following types. നോക്കാം. Conditional job offer ഉണ്ട്, final offer ഉണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ആണ് കണ്ടീഷണൽ ജോബ് ഓഫർ. അപ്പൊ ഓൺ ദ ബേസിസ് ഓഫ് കണ്ടീഷന്റെ അടിസ്ഥാനത്തിൽ രണ്ട് തരത്തിലാണ് ഓഫർ ഉള്ളത്. കണ്ടീഷണൽ ജോബ് ഓഫർ ഉണ്ട്, ഫൈനൽ ഓഫർ ഉണ്ട്. നോക്കി വെക്കാം കേട്ടോ, ഓർത്ത് വെക്കാം. ഇനി കണ്ടീഷണൽ ജോബ് ഓഫർ എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കാം. When an organization puts forward this type of job offer, it implies that the applicant is offered a job which is subjected to the condition put forward by the employer. The condition may be include the undergoing tests such as drug test, background verification, or any other clause put by the employer to that taken care of before finalizing the job offer. അപ്പൊ എന്താണ് കണ്ടീഷണൽ ജോബ് ഓഫർ എന്ന് പറഞ്ഞാല്? ഈ ജോബ് ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പെസിഫിക് കണ്ടീഷൻസ് ഉണ്ടാവും അല്ലെ. കണ്ടീഷന്റെ അടിസ്ഥാനത്തിലാണ് നമ്മള് ഓഫർ കൊടുക്കുന്നത്. ഓക്കെ, എങ്ങനെയുള്ള കണ്ടീഷൻസ് ഉണ്ടാവും? കണ്ടീഷൻസ് മേ ബി ഇൻക്ലൂഡ് ഏതൊക്കെയാണ് ടെസ്റ്റുകള്? ഡ്രഗ് ടെസ്റ്റ്, ബാക്ക്ഗ്രൗണ്ട് ടെസ്റ്റ്, അങ്ങനെയുള്ള പലതരത്തിലുള്ള ടെസ്റ്റുകൾ നടത്തിയിട്ടാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ജോബ് ഓഫർ കൊടുക്കുന്നത് അല്ലെ. ഓക്കെ, ഇനി എന്താണ്? ദിസ് കണ്ടീഷൻ മസ്റ്റ് ബി ആക്സെപ്റ്റഡ് ബൈ ദ അപ്ലിക്കന്റ്. കണ്ടീഷൻ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ when an offer is made conditionally, the employee is not legally bound until he agreed to the terms and conditions mentioned in the offer letter and meets all the specified requirements. ഇനി ഇതിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാല് കണ്ടീഷണൽ ജോബ് ഓഫർ എന്നാൽ ഒരു ഫൈനൽ ആയിട്ടുള്ള ജോബ് ഓഫർ, അങ്ങനെയുള്ള ഫൈനൽ ആയിട്ടുള്ള ഓഫർ ലെറ്റർ അല്ല. എങ്ങനെയാകുമ്പോഴാണ് കാൻഡിഡേറ്റ് അതിൽ പറഞ്ഞിരിക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആക്സെപ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഫൈനൽ ആയിട്ടുള്ള ഓഫർ ലെറ്റർ ആവുള്ളൂ. ഓക്കെ, അതർവൈസ് അവരെ കണ്ടീഷൻസ്, ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആക്സെപ്റ്റ് ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് ഫൈനൽ ആയിട്ടുള്ള ജോബ് ഓഫർ അല്ല എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഫൈനൽ ആയിട്ടുള്ള ജോബ് ഓഫർ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? അവര് അതിൽ പറഞ്ഞിരിക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആക്സെപ്റ്റ് ചെയ്യണം. ക്ലിയർ ആയോ? അപ്പൊ കണ്ടീഷണൽ ജോബ് ഓഫർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. കണ്ടീഷൻസ് അനുസരിച്ചിട്ടാണ് ജോബ് ഓഫർ കൊടുക്കുന്നത്. കണ്ടീഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഡ്രഗ് ടെസ്റ്റും ബാക്ക്ഗ്രൗണ്ട് ടെസ്റ്റും അങ്ങനെയുള്ള പലതരത്തിലുള്ള ടെസ്റ്റുകൾ നടത്തിയിട്ടാണ് ജോബ് ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ ഓഫർ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഫൈനൽ ആയിട്ടുള്ള ജോബ് ഓഫർ ആവണമെങ്കിൽ എന്താണ്? അതിൽ പറഞ്ഞിരിക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഈ അപ്ലിക്കന്റ് ഫോളോ ചെയ്തിരിക്കണം. ഇത്രയേ ഉള്ളൂ കൺസെപ്റ്റ്. ഓക്കെ, കാര്യം വെച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. ക്ലിയർ ആയോ? ഇനി എന്താണ് ഫൈനൽ ഓഫർ? When an applicant is given a final offer letter, he is not required to fulfill any condition. എന്താണ്? If applicant is given a final offer letter, he offer letter കൊടുത്തു കഴിഞ്ഞാൽ, ഫൈനൽ ഓഫർ ലെറ്റർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവര് കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി എങ്ങനെ വന്നാലും നോക്കിയേ, the moment the applicant accepts the job offer, he becomes legally bounded to the terms and conditions of the organization's employment contract. ഇനി എങ്ങനെയാണ്? സൈൻ ചെയ്ത് ആ ഓഫർ ലെറ്ററിൽ സൈൻ ചെയ്ത് അന്ന് മുതൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്ത് ചെയ്യണം? ടേംസ് ആൻഡ് കണ്ടീഷൻസ് പാലിച്ചിരിക്കണം. മനസ്സിലായോ? ആ ഫൈനൽ ഓഫർ ലെറ്ററിൽ ഇന്ന് തൊട്ട് കാൻഡിഡേറ്റ് സൈൻ ചെയ്തോ, ആ സൈൻ ചെയ്തത് അന്ന് തൊട്ട് എന്ത്
ചെയ്തിരിക്കണം? കമ്പനിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫോളോ ചെയ്തിരിക്കണം. എന്നാൽ മാത്രമാണ് അത് എന്ത് ചെയ്യുള്ളൂ? ഫൈനൽ ഓഫറിലേക്ക് മാറുള്ളൂ. ഓക്കെ, ഫൈനൽ ഓഫർ ലെറ്റർ സ്വീകരിച്ചു കഴിഞ്ഞാലും ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫോളോ ചെയ്യണമെന്നില്ല ഫൈനൽ ഓഫറിൽ. മനസ്സിലായോ? അയാളത് സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എന്ത് ചെയ്യണമെന്നില്ല? ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫോളോ ചെയ്യേണ്ട. അതിനകത്ത് സൈൻ ചെയ്ത് കഴിഞ്ഞാലാണ് ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പാലിക്കേണ്ട ആവശ്യമുള്ളൂ. മനസ്സിലായോ? ക്ലിയർ ആണോ ഡിഫറൻസ്? ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയ രണ്ട് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് on the basis of compensation decision. Depending on the compensation decisions, offer letter can be divided under the following categories. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ആണ് ലോ ജോബ് ഓഫർ ഉണ്ട്. സെക്കൻഡ് വൺ പറയുന്നത് കോമ്പറ്റീറ്റീവ് ജോബ് ഓഫർ. തേർഡ് വൺ ഹൈ ജോബ് ഓഫർ. ഫോർത്ത് വൺ മാക്സിമം ജോബ് ഓഫർ. കേട്ടോ, 4 കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ഫസ്റ്റ് വൺ ആണ് ലോ ജോബ് ഓഫർ. The type of the offer is in which the employer's cost of hiring is kept low to the maximum possible extent is called low job offer. Underline ചെയ്ത് വെച്ചേ. Okay, ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. The compensation package offered along with the benefit and incentive is below the market rate. Negotiating on the offer for the client is denied. The organization that work on cost relationship strategy might look forward to going for low job offers as its control labor cost, but this is not much effective from the perspective of talent retention, as high proficient applicant would not accept a low job offer. വായിച്ചിട്ട് മൊത്തം ചുരുക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, such അടുത്ത പാരഗ്രാഫ് നോക്കാം. Such offers are also fit for important positions, especially in organization following a differentiation strategy, or those who competitive advantages is dependent on research with the demand skills professions. Thus, low job offers are not suitable for top positions, as it is crucial for organizations to hire talented individuals as leaders. This strategy works the best in filling opening positions where the
quality of the employee is not important. The task need low skilled and professional employees and high turnover rate is tolerable. Although this strategy can give adequate applicant, keeping the organization status and image in danger. ചുരുക്കി പറഞ്ഞാൽ കേട്ടോ മനസ്സിലാവുന്ന രീതിയിൽ പറയാം. ഈ ലോ ജോബ് ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിയുന്നിടത്തോളം ചെലവ് കുറച്ചുകൊണ്ട് ആളുകൾക്ക് ജോബ് ഓഫർ ചെയ്യുന്ന രീതിയാണ്. മനസ്സിലായോ? കഴിയുന്നിടത്തോളം ചിലവ് കുറച്ചുകൊണ്ട് കാൻഡിഡേറ്റ്സിന് അല്ലെങ്കിൽ ആളുകൾക്ക് ജോബ് ഓഫർ ചെയ്യുന്ന രീതി, ഇതിനെയാണ് നമ്മൾ ലോ ജോബ് ഓഫർ എന്ന് പറയുന്നത്. മാർക്കറ്റിംഗ് വേയിൽ നിന്നും ഒരു ബിലോ ലെവലില് പേയ്മെന്റുകൾ ഓഫർ ചെയ്ത് കൊടുക്കുന്ന ഒരു ജോബ് ഓഫർ രീതിയാണ്. മനസ്സിലായോ? ഒരു ബിലോ ലെവലില് പേയ്മെന്റ് ചിലപ്പോ എന്താണ് പേയ്മെന്റ് കുറവായിരിക്കും. ഓക്കെ, മാർക്കറ്റ് വേയിൽ നിന്നും മാർക്കറ്റ് ലെവലിൽ നിന്നും എന്താണ് ബിലോ ലെവലില് പേയ്മെന്റ് ഓഫർ ചെയ്യുന്ന രീതി. അതുപോലെ തന്നെ കാൻഡിഡേറ്റിനെ തെരഞ്ഞെടുക്കുന്ന കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ലോ ജോബ് ഓഫർ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കാൻഡിഡേറ്റിനെ തെരഞ്ഞെടുക്കുന്നതിന്റെ ആ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. പൊതുവെ ലോ ജോബ് ഓഫേഴ്സ് എന്ന സ്ട്രാറ്റജി അത്ര നല്ലതല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ലോ ജോബ് ഓഫർ എന്ന തന്ത്രം, സ്ട്രാറ്റജി എന്ന് പറഞ്ഞാല് തന്ത്രം അത്ര നല്ലതല്ല. കാരണം എന്താണ്? ഹൈ പൊസിഷനിലേക്ക് ഉള്ള വേക്കൻസി ഉണ്ടെങ്കിൽ ആ ജോബ് ഓഫറിലേക്ക് ഇങ്ങനെയുള്ള ഓഫർ ആകുന്നത് കൊണ്ട് തന്നെ അൺസ്കിൽഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് വരാം. ഓക്കെ, ലോ ജോബ് ഓഫർ ആയതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരു മാനേജറിന്റെ പൊസിഷനിലേക്ക് ആളെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അൺസ്കിൽഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും വരുന്നത്. കാരണം എന്താണ്? കുറച്ച് പണം കിട്ടുള്ളൂ അല്ലെ, സാലറി കുറച്ച് കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല പൊസിഷനിൽ നല്ല നോളജും നല്ല എലിജിബിൾ ആയിട്ടുള്ള ആളുകൾ വരും. ആ പൊസിഷനിൽ ഇല്ല. അപ്പൊ ആ പൊസിഷനിൽ വരുന്നത് ആരായിരിക്കും? അൺസ്കിൽഡ് ആയിട്ടുള്ള ആളുകളാ. ഓക്കെ, ഇങ്ങനെയുള്ള ജോബ് ഓഫർ ചെയ്യുമ്പോൾ കുറെ കാൻഡിഡേറ്റിനെ അതിൽ നിന്നും കിട്ടും നമുക്ക് അല്ലെ. ഇങ്ങനെയുള്ള കുറെ ജോബ് ഓഫർ വരുമ്പോൾ കാൻഡിഡേറ്റിനെ അതിൽ നിന്നും കിട്ടും. ബട്ട് കാൻഡിഡേറ്റ് സ്കിൽഡ് ആവണം അല്ലെ. സ്കിൽഡ് ആയാൽ കാൻഡിഡേറ്റിനെ കിട്ടണമെന്നില്ല. നല്ല സ്കിൽഡ് ആയിട്ടുള്ള മാനേജർ പൊസിഷനിലേക്ക് എന്താണ് നല്ലൊരു സ്കിൽഡ് ആയിട്ടുള്ള ആളുകളെ വേണം തിരഞ്ഞെടുക്കാനായിട്ട് അല്ലെ. എന്നാലേ ആ ഓർഗനൈസേഷൻ നല്ല രീതിയിൽ മുൻപോട്ട് പോവുള്ളൂ. പക്ഷെ ഇങ്ങനെയുള്ള ഓഫർ കൊടുക്കുമ്പോ, ലോ ജോബ് ഓഫർ കൊടുക്കുമ്പോ അൺസ്കിൽഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും വരുന്നത്. കാരണം എന്താണ്? അതിനകത്ത് അവർക്ക് കിട്ടുന്ന ആ സാലറി എന്ന് പറഞ്ഞാല് തുച്ഛമാണ്. അതുകൊണ്ട് മാത്രമല്ല കാൻഡിഡേറ്റിന്റെ ക്വാളിറ്റിക്ക് ഇമ്പോർട്ടന്റ് അവർ കൊടുക്കുന്നില്ല അല്ലെ. ക്വാളിറ്റി ഇമ്പോർട്ടന്റ് കൊടുക്കുന്നില്ല. ആളെ വേണം എന്നൊരു ഇത് മാത്രമാണ് അവിടെ നിശ്ചയിക്കുന്നത് അല്ലെ. പേയ്മെന്റ് കുറച്ചുകൊണ്ട് ആളുകളെ എടുക്കുന്ന രീതി. മനസ്സിലായോ? പേയ്മെന്റ് അവർക്ക് കുറച്ചായിരിക്കും കൊടുക്കുന്നത്, സാലറി കുറച്ചായിരിക്കും കൊടുക്കുക. അങ്ങനെയാണ് ആളുകളെ എടുക്കുന്നത്, സെലക്ട് ചെയ്യുന്നത്. അതാണ് ലോ ജോബ് ഓഫർ. ആളുകളുടെ ക്വാളിറ്റിക്കോ അല്ലെങ്കിൽ ഇത്ര നോളജോ എക്സലന്റ് ആയിട്ടുള്ള ആളുകളെയൊന്നും അവര് നോക്കുന്നില്ല. കാരണം എന്താണ്? ആളുകളെ കിട്ടണം, പക്ഷെ എന്താണ് അവർക്ക് കുറഞ്ഞ സാലറിയും കൊടുക്കുള്ളൂ. അതാണ് ലോ ജോബ് ഓഫർ. മനസ്സിലായോ? എന്താണ് ലോ ജോബ് ഓഫർ എന്ന് പറഞ്ഞാല്? ഓക്കെ, ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് എഴുതി വെക്കാം കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് എഴുതി വെക്കാം. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. Next on a competitive job offer. In this type, the salary offered to the applicant is at par with the similar posts in other organizations of the same industry. The salary package offered is nearly equal to what the competitors are offering to equally qualified individuals for such a position. Negotiating on the package is not totally denied, even without the inductions too often the company, the top finalists are usually not interested in the competitive job offers placed before them. എന്താണ് കോമ്പറ്റിറ്റീവ് ജോബ് ഓഫർ എന്ന് പറഞ്ഞാല്?
മറ്റുള്ള കമ്പനികളില് ഒരു പൊസിഷന് കൊടുക്കുന്ന സാലറി പാക്കേജ് തന്നെ ഈ കമ്പനിയിലും കൊടുക്കുന്നത് കേട്ടോ. 2 കമ്പനീസ് ഉണ്ട്. അപ്പൊ ഒരു കമ്പനിയിൽ കൊടുക്കുന്ന ഒരു മാനേജറിന്റെ പോസ്റ്റിംഗ് ആണെങ്കിൽ ആ പോസ്റ്റിംഗിൽ കൊടുക്കുന്ന സാലറി പാക്കേജ് തന്നെ നമ്മുടെ മറ്റു വേറെ കമ്പനിയിലും കൊടുക്കുന്ന അങ്ങനെയുള്ള സാലറി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു രീതിയാണ് കോമ്പറ്റിറ്റീവ് ജോബ് ഓഫർ എന്ന് പറയുന്നത്. ഓക്കെ, 2 കമ്പനി ഉണ്ടെങ്കിൽ വ്യത്യസ്തങ്ങളായ 2 കമ്പനീസ്, ഓക്കെ, ഓരോ ഫീൽഡില് ഉള്ള വ്യത്യസ്തങ്ങളായ എ കമ്പനി ഉണ്ടാവും, ബി കമ്പനി ഉണ്ടാവും അല്ലെ. എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും. എക്സാമ്പിൾ പറഞ്ഞുതരാം. ഹെൽത്ത് കെയർ മേഖലയിൽ പ്രവർത്തിക്കുന്ന 2 കമ്പനികൾ, എ എന്ന കമ്പനിയുണ്ട്, ബി എന്ന കമ്പനിയുണ്ട്. ഓക്കെ, മനസ്സിലായോ? ഹെൽത്ത് കെയറിൽ പ്രവർത്തിക്കുന്ന 2 കമ്പനികള്, എ എന്ന കമ്പനിയുണ്ട്, ബി എന്ന കമ്പനിയുണ്ട്. അപ്പൊ എ എന്ന കമ്പനിയില് ഒരു അഡ്മിനിസ്ട്രേറ്റർക്ക് ആ പൊസിഷനിലേക്ക് കൊടുക്കുന്ന സാലറി തന്നെയാണ്, ആ സെയിം സാലറി തന്നെ ബി എന്ന കമ്പനിയിലെ ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേറ്റർ കൊടുക്കുന്നു. മനസ്സിലായോ? എ എന്ന കമ്പനിയില് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് അല്ലെങ്കിൽ എന്താണ് ആ ഹോസ്പിറ്റൽ, എ എന്ന ഹോസ്പിറ്റൽ ഉണ്ട്, അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർക്ക് കൊടുക്കുന്ന സെയിം സാലറി തന്നെ ബി എന്ന ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേറ്റർക്ക് കൊടുക്കുന്നു. ക്ലിയർ ആയോ? സെയിം സാലറി തന്നെയാണ് 2 പേർക്കും കൊടുക്കുന്നത്. ഓക്കെ, അങ്ങനെയുള്ള രീതിയാണ് കോമ്പറ്റിറ്റീവ് ജോബ് ഓഫർ എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെ വരുമ്പോ ടോപ്പ് ഫൈനലിസ്റ്റുകളായിട്ട് വരിക, ഫൈനലിസ്റ്റുകൾ ഉണ്ടാവുമല്ലോ, നല്ല രീതിയിൽ നോളജും അങ്ങനെയുള്ള ടോപ്പേഴ്സ് ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള ഫൈനലിസ്റ്റുകൾക്ക്, അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിന് കോമ്പറ്റിറ്റീവ് ജോബ് ഓഫർ ഇഷ്ടപ്പെടില്ല. കാരണം എന്താണ്? ടോപ്പ് ഫൈനലിസ്റ്റുകൾ ആകുമ്പോൾ അവർക്ക് എന്താണ് കുറച്ചുകൂടി സാലറി കിട്ടണം എന്നാണ് അല്ലെ. ഇല്ലേ? ടോപ്പേഴ്സിനൊക്കെ എന്താണ് നല്ല രീതിയിലുള്ള നോളജും നല്ല രീതിയിലുള്ള സ്കില്ലുകളും ഉണ്ടാകുമ്പോ അവർക്ക് ആഗ്രഹം എന്താണ്? നമുക്കായാലും ആഗ്രഹം, ജോലിയിൽ കയറുമ്പോൾ ആഗ്രഹം എന്താണ്? നല്ല രീതിയിലുള്ള സാലറി കിട്ടണം എന്നാണ് അല്ലെ. അവരുടെയും ആഗ്രഹം എന്താണ്? ടോപ്പ് ഫൈനലിസ്റ്റുകളുടെ ആഗ്രഹം എന്ന് പറഞ്ഞാല് നല്ല രീതിയിലുള്ള സാലറി കിട്ടണം എന്നാണ്. 2 പേർക്കും ഒരേപോലെയുള്ള സാലറി കിട്ടുന്നത് കൊണ്ട് തന്നെ എന്താണ് അവര് അങ്ങനെയുള്ള ഈ ജോബ് ഓഫർ, കോമ്പറ്റിറ്റീവ് ജോബ് ഓഫർ ഇഷ്ടപ്പെടുന്നില്ല. ഓക്കെ, അപ്പൊ കോമ്പറ്റിറ്റീവ് ജോബ് ഓഫർ എന്ന് പറഞ്ഞാല് ഒരേ മേഖലയിലുള്ള 2 കമ്പനീസിന്റെ ഒരു ജോബ് പൊസിഷനിലേക്ക് കൊടുക്കുന്ന സാലറി എന്ന് പറഞ്ഞാൽ സെയിം തന്നെയാണ്. മനസ്സിലായോ? കൺസെപ്റ്റ് എന്താണെന്ന് പിടികിട്ടിയ? ക്ലിയർ ആയോ? ഓക്കെ, ഈ 2 കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. കോമ്പറ്റിറ്റീവ് ജോബ് ഓഫറും അതുപോലെ ലോ ജോബ് ഓഫറും ഒന്ന് വായിക്കാം കേട്ടോ. മിസ് പറയുമ്പോൾ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം, നിങ്ങൾക്ക് മനസ്സിലാവും. ക്ലിയർ ആണോ? ഓക്കെ, ഇപ്പൊ നമ്മൾ ഇന്ന് എടുത്തത് ഇത്രയും ഭാഗങ്ങളാണ് മിസ് എടുക്കുന്നത് കേട്ടോ. ഓക്കെ, നമ്മൾ ഇന്ന് എടുത്തത് ടിപ്സ് അല്ലെ, ടിപ്സ് ഫോർ മേക്കിംഗ് റൈറ്റ് ഹയർ ഡിസിഷൻസ്. ഓക്കെ,
ഓക്കെ 7 ടിപ്സുകൾ നമ്മൾ പറഞ്ഞു. ജോബ് ഓഫർ എന്താണ്, ടൈപ്സ് ഓഫ് ജോബ് ഓഫേഴ്സ് ആണ് നമ്മൾ നോക്കിയത്. ഓൺ ദ ബേസിസ് ഓഫ് കണ്ടീഷൻസിൽ 2 കാര്യങ്ങൾ പറഞ്ഞു അല്ലെ, കണ്ടീഷൻ ജോബ് ഓഫറും അതുപോലെ ഫൈനൽ ഓഫറും. ഓൺ ദ ബേസിസ് ഓഫ് കോമ്പൻസേഷൻ ഡിസിഷൻ, അത് 4 കാര്യങ്ങളാണ് അതിൽ വരുന്നത്. 2 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു നിർത്തി, ലോ ജോബ് ഓഫറും അതുപോലെ തന്നെ കോമ്പറ്റീറ്റീവ് ജോബ് ഓഫർ. ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ഓക്കെ, താങ്ക് യു.